മേലോ ഗ്രീൻ 68 ട്ടാ. ഇതിരിക്കണത് ഇങ്ങനെയാണ്. ഈ നാരങ്ങയുടെ തൊലിയില്ലേ, അതാ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ടുള്ള ഈ വടുകപ്പുളിയുടെയാണ് തോന്നണ. മധുര വളരെ ഉണ്ട്. ഇതാണിപ്പം മുറ്റത്ത് ഇങ്ങനത്തെ ഒരു പുല്ല്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പക്ഷെ ഇത് വലിച്ചു പറിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ കൂത്താടികൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇതേ മറ്റേ വട്ടും കരളും. അപ്പൊ ഞാൻ തലയിൽ നല്ലോണം എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കും. ലച്ചുവിന് ഇതേ ഞാൻ ആവിയുടെ ഇത് വെച്ചിട്ടുണ്ട്. മുകളിൽ ഇരുന്ന് പിടിക്കണേക്കാളും ലച്ചുവിന് ഇഷ്ടം ഇങ്ങനെ താഴെ ഇരുന്ന് പിടിക്കാനാണ് കേട്ടാ. അപ്പൊ നല്ലോണം ആവി കയറുന്നാണ് അവള് പറയണത്. നമുക്ക് നോക്കാം. സഹായിക്കാം. അതേ ലച്ചു ഇരുന്ന് ആവി പിടിക്കണേണ് കേട്ടാ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണേ. ഞാൻ ചെല്ലട്ടെ കേട്ടാ. ഹലോ. ഇന്ന് നല്ല മഴയാണ് കേട്ടാ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ലച്ചു ആണെങ്കിൽ ക്ലാസ്സിലും പോയിട്ടില്ല. അവർക്ക് ചെറിയ കോൾഡൊക്കെ ആയിട്ട് വയ്യ. ക്ലാസ് തുറന്നു അപ്പൊ തന്നെ വയ്യാണ്ടായിട്ടാ. അപ്പം 2 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൺഡേ പോകുമ്പോ ഇന്ന് വേണമെങ്കിൽ ക്ലാസ്സിൽ പോവാ, ഓക്കെയാണ്. എന്നാലും നമ്മൾ 2-3 ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേ നമുക്ക് ഉഷാറോടുകൂടി പോവാൻ പറ്റും. അപ്പൊ ചെയ്തിട്ടെന്ന് ഇത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായി. വട്ടും കരളും മേടിച്ചിട്ടുണ്ടായി. അപ്പൊ അത് ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചിരിക്കണേണ്. വളരെ ഭയങ്കര സിമ്പിൾ ആയിട്ട്. അങ്ങനെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് കേട്ടാ. മഴയായിട്ട് ഭയങ്കര മടിയുമാണ്. മഴയത്ത് മഴ പെയ്യണത് ഇഷ്ടമാണെങ്കിലും കുറെ കഴിയുമ്പോൾ നമുക്കൊരു എവിടെയും പോവാനും പറ്റില്ല. മഴ പെയ്യാത്തപ്പോ നമ്മളെല്ലാരും വിചാരിക്കും മഴ ഉണ്ടായിരുന്നെങ്കിലോ വിചാരിക്കും കേട്ടാ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചേക്കണ വട്ടും കരളും ഉണ്ടാക്കാം, പിന്നെ ബീട്രൂട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കണം. ക്ലാസ്സിൽ ഇപ്പൊ ലച്ചു ഇപ്പൊ അവിടെ ഇരുന്ന് നോട്ട്സ് എഴുതണേ കേട്ടോ. ഇന്നലെ ലച്ചു നോട്ട്സ് എഴുതിയില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ കുറച്ചേ ഉള്ളൂ, ക്ലാസ് പറഞ്ഞതുകൊണ്ട് അധികം നോട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. ഭയങ്കര എളുപ്പത്തിലുള്ളൊരു വട്ടും കരളുമാണ് കേട്ടോ. ചെയ്തോണ്ട് പിന്നെ അങ്ങനെ മസാല ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കാനൊന്നും പാടില്ല. എല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഞാൻ തക്കാളി ഒന്നും ഇടണില്ല കേട്ടോ. അതില് തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ഭയങ്കര ഇതായിരിക്കും. നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന വെപ്പിലാണ് കേട്ടോ. ഞാനിങ്ങനെ കുറച്ചധികം പറിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ വരുമ്പോ പിന്നെ അല്ലെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങാനൊക്കെ മടിയാ. ഈ വട്ടും കരളും വെക്കുമ്പോഴേ നല്ല എരിവുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് അതിന്റെ ഒരു രുചി വരുള്ളൂ, അല്ല ലച്ചു? ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തീരൂല ഈ കറിയൊക്കെ. കുറച്ച് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുമ്പോ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് തോന്നാറ്. വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല കേട്ടാ. അടച്ചങ്ങോട്ട് വെക്കുകയാണ്. ഞാൻ ഓടിച്ചു വന്നിട്ട് ഇതെടുത്തിട്ട് ചേട്ടാ ബീട്രൂട്ട്. എനിക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബീട്രൂട്ട് തേങ്ങയൊന്നും ഇട്ടിട്ട് ഇഷ്ടമല്ല കേട്ടാ. പച്ചടി ഇച്ചടി അങ്ങനെ എന്താണ്ടൊക്കെ വെക്കില്ല, അതൊന്നും ഇഷ്ടമല്ല. ലച്ചൂര് അത് ഇഷ്ടല്ലേ? ഒരു ദിവസം ഉണ്ടാക്കാട്ടാ. ബീട്രൂട്ട് കൂട്ടണോട്ടെന്ന്. നമ്മള് ബീട്രൂട്ടൊക്കെ എപ്പോഴേ കടയിൽ നിന്ന് ബീട്രൂട്ട് ക്യാരറ്റ് ഇത് കടയിൽ നിന്ന് വാങ്ങി അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും, അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സൈസ് വാട്ടച്ചോ എന്നാ നമുക്കത് കഴിക്കാം. ഞാൻ അങ്ങനെയല്ല, അതെനിക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും ഞാൻ കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല.
ശരിക്കും ഈ മഴ സമയത്ത് എനിക്ക് നന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. ചൂടില്ലല്ല, ഈ ചൂട് സമയത്ത് എന്താന്ന് വെച്ചാൽ നമുക്കൊന്നും അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ എനിക്കിങ്ങനെ ബീഫില്ലേ, ഇങ്ങനെ മഴ പെയ്യുമ്പോ നല്ല ബീഫ് ഇങ്ങനെ ഫ്രൈ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താ മഴയൊക്കെ പെയ്യുമ്പോ കഴിക്കാൻ ഇഷ്ടം? അത് ഞാൻ ബീട്രൂട്ട്, നല്ല ബീട്രൂട്ടാണ്, നല്ല പച്ച ബീട്രൂട്ടാണ് കേട്ടാ. ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാ. പണ്ട് ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ എനിക്ക് എപ്പോഴും ഓർമ്മ വരും, അമ്മ ഞങ്ങക്ക് ബീട്രൂട്ട് ഇങ്ങനെ കുനുകുനാന്നരി, അമ്മ എല്ലാ പച്ചക്കറിയും അങ്ങനെ ഭയങ്കര ചെറുതായിട്ട് അരിയുള്ളൂ കേട്ടാ. എന്നിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ പോലെ മിക്കപ്പോഴും ഉണ്ടാക്കി തരും. പിന്നെ മോര്, ഞങ്ങക്ക് മോര് ഇഷ്ടമായിരുന്നു, മോര്. പിന്നെ അമ്മ മുട്ട പുഴുങ്ങിയിട്ട് ചോറിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു തരും. അപ്പൊ എനിക്ക് ഇങ്ങനെ അതൊക്കെ മഴയും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ എനിക്ക് അതൊക്കെ ഞാൻ പോയ സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. ലച്ചുവിന് ഇപ്പൊ നോൺ വെജ് ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എന്നാന്ന് വെച്ചാൽ അവരെ സ്കൂളിൽ അലൗഡ് അല്ല. ഞങ്ങളുടെ സ്കൂളിലെല്ലാം മുട്ടയൊക്കെ, അമ്മ മീനൊന്നും തരില്ലായിരുന്നു. മീന് ചിക്കനൊക്കെ തരാൻ ഭയങ്കര അമ്മയ്ക്ക് മടിയാ. മുട്ട ഇങ്ങനെ വിൽക്കും, മുട്ട പൊരിച്ചത്. അപ്പൊ അന്ന് ബീട്രൂട്ട് ക്യാരറ്റ് അതൊക്കെ ആയിരുന്നു. പിന്നെ അന്നെല്ലാം അമ്മ എന്താ തരുന്നത് അത് കഴിക്കും. പിന്നെ ഫ്രണ്ട്സ് എന്തേന്ന് നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് കുറെ കറിയായിരിക്കുമല്ലോ. ഇങ്ങനെ എന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുട്ട വറുത്ത് കൊണ്ടുവരുമായിരുന്നു കേട്ടാ. ഒരു എന്താ പറയാ, ഒരു റെഡ് കളറായിട്ടിരുന്ന ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാനിത് വീട്ടിൽ ചെന്നിട്ട് അമ്മനോട് പറയും എനിക്ക് അങ്ങനെ വറുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ആ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ വേറൊരു ഫ്രണ്ട് ഇങ്ങനെ പപ്പടം കൊണ്ടുവരുമായിരുന്നു. അതൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. പിന്നെ എന്റെ കറികളിൽ എല്ലാവർക്കും ഇഷ്ടം എന്റെ അമ്മ വയ്ക്കുന്ന സാമ്പാറ്, മോരിക്കറി, അതൊക്കെ ഞാൻ കുറെ എക്സ്ട്രാ കൊണ്ടുപോകും കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇനി ബീട്രൂട്ട് തോരനും കൂടി ഉണ്ടാക്കട്ടെ കേട്ടാ. അപ്പത്തേക്ക് നമ്മുടെ പണി കഴിയും. പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചൂട് എടുക്കണം. പുറത്ത് ഭയങ്കര മഴയാണെങ്കിലേ ഭയങ്കര ചൂട്. പിന്നെ തണുപ്പായിട്ട് ഭയങ്കര തുമ്മലായിരുന്നു. എനിക്ക് അങ്ങനെ എന്തോ അലർജിക്കാണ്. ഈ തണുപ്പൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് തുമ്മൽ വരും. പിന്നെ അത് കുറെ കഴിയുമ്പോ മാറും. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. തുമ്മൽ വരുമ്പോ എനിക്ക് മറ്റുള്ളവർ ഇങ്ങനെ തുമ്മുമ്പോഴും എനിക്കിഷ്ടമല്ല, ഞാൻ തുമ്മുമ്പോഴും എനിക്കിഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പൊ ഞാൻ ഇതുപോലെ നല്ല ഗ്രേറ്ററാണ് കേട്ടത്. പെട്ടെന്ന് തന്നെ കാര്യം തീരും. നല്ല രസം. ഞാൻ ബിസ്നി പോയപ്പോ അമ്മ വാങ്ങിച്ചു തന്ന എനിക്ക്. ഇനി ഉള്ളിയൊക്കെ ഇനി വേഗം പണി നോക്കട്ടെ കേട്ടാ. അതേ നമ്മുടെ വട്ടും കരളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഈ മഴക്കാലം വരുമ്പോ ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും നമുക്കൊരു ബുദ്ധിമുട്ടുകള്. ഇതാവട്ടെ. ഇത് ഞാൻ എന്താ വെറുതെ പച്ചമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. എനിക്ക് ഈ മുളക് പൊടിയൊന്നും ഇഷ്ടമല്ല. കുറച്ച് വേണമെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാത്ത, അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല. ഇതേ നമ്മുടെ ബീട്രൂട്ടും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇത് വഴണ്ട് ചെറുതായി വരണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ അതേ ഞാൻ തലയിൽ നല്ലോണം എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കും. ലച്ചുവിന് ഇതേ ഞാൻ ആവിയുടെ ഇത് വെച്ചിട്ടുണ്ട്. മുകളിൽ ഇരുന്ന് പിടിക്കണേക്കാളും ലച്ചുവിന് ഇഷ്ടം ഇങ്ങനെ താഴെ ഇരുന്ന് പിടിക്കാനാണ് കേട്ടാ. അപ്പൊ നല്ലോണം ആവി കയറുന്നാണ് അവള് പറയണത്. നമുക്ക് നോക്കാം. സഹായിക്കാം. അതേ ലച്ചു ഇരുന്ന് ആവി പിടിക്കണേണ് കേട്ടാ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണേ. ഞാൻ ചെല്ലട്ടെ കേട്ടാ. അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ലച്ചു ആവി പിടിച്ചപ്പോ? ആശ്വാസം ഉണ്ടല്ലേ? ശരി. പിന്നെ നമ്മുടെ മറ്റേ വട്ടും കരളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോയി കുളിക്കാനൊക്കെ പോയി. പിന്നെ നമ്മുടെ ബീട്രൂട്ട് കുറച്ച് മതിയില്ല, ബീട്രൂട്ട് അത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണ്ട. വെറുതെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. കണ്ടില്ലേ, ഇത് ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. സൂം ചെയ്യാൻ പറ്റുള്ള പൊമേലോ ഗ്രീൻ 68 രൂപ കേട്ടാ. ഇതിരിക്കണത് ഇങ്ങനെയാണ്. ഈ നാരങ്ങയുടെ തൊലിയില്ലേ, അതാ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ടുള്ള ഈ വടുകപ്പുളിയുടെയാണെന്ന് തോന്നണ മധുര. വളരെ ഉണ്ട്. ആദ്യമായിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യണ. കൊച്ചിന് സ്റ്റൈലാവും. ഗുഡ്. നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങാട്ടാ. ബാ ഉണ്ടാ. മഴ മാറിയപ്പോ ഇറങ്ങിയ കുറച്ച് ബട്ടർഫ്ലൈസാ ഉണ്ടാ, പച്ച കളറില. ഇതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ മാവ് ഉണ്ടോ, മാവ് പുതിയ ഇല വരുമ്പോ എല്ലാം മരുന്നടിച്ചിട്ടും കാര്യമില്ലെന്നാണ്. മഴ പെയ്യുമ്പോ അതൊക്കെ പോണോണ്ട് അതിലൊന്നും കിട്ടണില്ല, ഇങ്ങനെ വെട്ടി വെട്ടി പോണു. പിന്നെ ഇതാണിപ്പം മുറ്റത്ത് ഇങ്ങനത്തെ ഒരു പുല്ല്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പക്ഷെ ഇത് വലിച്ചു പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് മഴ കിട്ടിയാൽ തന്നെ നമ്മൾ പുല്ലിന് മരുന്നടിച്ചു കഴിയുമ്പോഴേ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് വെയിൽ കിട്ടണം. അല്ലെങ്കിൽ എന്താ പറയാ, വണങ്ങൂല. 1 മണിക്കൂറൊക്കെ നമുക്ക് വെയിൽ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പൊ മഴ ഒന്നും ഇതായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പെട്ടെന്ന് പുല്ല് വളരും. അടുത്ത ആഴ്ചയുടെ കുറച്ച് പനിയൊക്കെ ഉണ്ട്. മഴ കാരണം പണിക്കാരൊക്കെ എങ്ങനെ വരുന്ന അറിയില്ല. കൊള്ളാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. നമ്മുടെ ചീരയൊക്കെ ആയിരുന്നു. ആകെ മഴ പെയ്തപ്പോ പുഴു ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങള് എല്ലാം എന്താ സമ്മർ വെക്കേഷന് പുതിയ പോട്ടൊക്കെ വാങ്ങി ചെടിയൊക്കെ വെക്കണോന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ വേറെ കുറച്ച് തിരക്കിലൊക്കെ പെട്ട് കണ്ട അവിടെ കൂടെ ഒക്കെ ഭയങ്കര ഈ ചെടിയുണ്ട്. ഇതിങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടേക്കണേ. ഇതൊന്നും എനിക്ക് നല്ലൊരു പോട്ടിലാക്കണോന്നൊരു ആഗ്രഹമുണ്ട്. നല്ല വില കൂടിയ ചെടിയത് ചെയ്തിട്ടം മേടിച്ചോണ്ട് വന്ന. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇടണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു മാവുണ്ടെന്ന് പറഞ്ഞില്ലേ, കുറെ കൊല്ലോ ആകെയുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഈ കിടക്കണത്, നീലം മാങ്ങ. അത് പക്ഷെ അങ്ങനെ തന്നെ അത്ര അങ്ങോട്ട് വലുതാവണില്ല, അങ്ങനെ തന്നെ സ്റ്റക്കായി നിക്കണേ. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് നീറ്റാക്കണം. ഇതൊന്ന് മറിച്ച് കളയാം, അല്ലെങ്കിൽ കൂത്താടികൾ ഉണ്ടാവും. മഴ പെയ്ത ഇങ്ങനെ പറമ്പൊക്കെ ആകെ ഉണ്ടാവും. അടക്കണേ. ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. 2 മണിയായി. വാ, കൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആര് വന്നതാ? അച്ഛൻ അത്രയും വിശന്നിട്ട് വന്നേക്കണേ. നല്ലതാണോ? കഴിഞ്ഞിട്ട് കഴിക്കാം. ചതിന്ന് ഒരു ഇതെടുത്തിട്ട് തന്നെ ഡ്രൈഡ് തൊലി. ഇതെന്താ ചെരുപ്പല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ച് വൈകുന്നേരമായി. മോനെ ഇത്തിരി സൗണ്ട് കുറച്ചടാ, കുറച്ച് സൗണ്ട് കുറച്ചെന്ന് പറയണവര്. ഞാനേ വൈകുന്നേരം സ്നാക്സിന് ഞാന് ഊത്തപ്പം ഉണ്ടാക്കണത്. അപ്പൊ 5 മണിയായി, ഒന്ന് കിടന്ന് ഉറങ്ങി. അപ്പൊ വേഗം ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടാ. മുരിങ്ങയില പൊട്ടിച്ചെടുക്കാന്ന് വിചാരിച്ച് രാത്രി ഉണ്ടാക്കാം. അയ്യോ, നല്ലതാ. കുഴിച്ചിട്ടുണ്ടാക്കും, പിന്നെ അല്ലാതെ ഉണ്ടാക്കും. വെറുതെ ഇങ്ങനെ കുത്തിക്കാച്ചി ഇതുപോലെ തേങ്ങയൊന്നും ഇടാതെ.
ഇത്രയും മതിയാവും നമുക്ക്. അതൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം. ബൈ. പിന്നെ ഇല്ലേ, ഉത്തപ്പം ഭയങ്കര ഇഷ്ടമായിട്ടാ ലച്ചുവിന്. ഞാൻ ആ മാവിൽ കൂടെ മിക്സ് ചെയ്ത് ടൊമാറ്റോ, അണിയൻ, പിന്നെ മല്ലിയില അതെല്ലാം അരിഞ്ഞ് കുറച്ച് പച്ചമുളകും കുനുകുനാന്നരിഞ്ഞ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടാ. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെതറുകയാണ് ചെയ്യാറ്. ഇതെന്തായാലും അടിപൊളിയാണ്. അപ്പൊ നമുക്കിനി രാത്രിയത്തെ പണി ഇതൊക്കെ അരിഞ്ഞ്, നമ്മുടെ വട്ടും കറിലും കുറച്ച് ബാക്കിയുണ്ട്, മുട്ട വറുക്കണം. പിന്നെന്താ, പിന്നെ ഞങ്ങള് പിന്നെന്താ പടയോട്ടം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കുറച്ച് കാണണം. ഇതൊക്കെയുള്ളൂ കേട്ടോ വിശേഷങ്ങള്. വേറെ ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. കൊടംപുളി വീണ് കിടക്കണൊക്കെ. ഒരു മിനിറ്റ്. ഇതുണ്ടോ കൊടംപുളി? ഇത് അപ്പുറത്തെ മരത്തിന് സൂം ആവണില്ല, നോക്കട്ടെ. അത് സൂമായി. ഇത് അപ്പുറത്തെ വീട്ടിലേന്നിട്ട് അതേ ഒരു പൂച്ച ചാടാൻ നിക്കണോക്കെ. അപ്പുറത്തെ വീട്ടിലെ നമുക്കും ഉണ്ട് കൊടംപുളി, നമ്മുടെ അപ്പുറത്താണ് കേട്ടാ. അപ്പൊ നമ്മുടെ ടെറസിന്റെ മുകളിലേക്കാണ് വീഴാറ്. അപ്പൊ അങ്ങോട്ട് തന്നെ ഇട്ടേക്കാം. ഒരു പേടിയില്ല കേട്ടാ. അത് അപ്പുറത്തെ വീടാണേ. ചാടണം കണ്ട.